ഹലോ വെൽക്കം ബാക്ക് ടു പുമ്മിയപ്പോ വ്ലോഗ്സ്. അപ്പോൾ കുറേ ഡേയ്സായി ഞാൻ ലോങ് വീഡിയോ ഇടാത്ത, അപ്പോൾ ഒരു ഷോർട്സ് വീഡിയോ എല്ലാം ഇടയ്ക്ക് ഇടുന്നുണ്ട്. ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അപ്ലോഡ് ആക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരുന്ന ഒരു വ്ലോഗാണ്. അങ്ങനെ ക്രാഡിൽ സെറിമണി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം വരാൻ പ്ലാൻ ആക്കിയത്. അപ്പോൾ മുമ്പ് തന്നെ പ്ലാൻ ആക്കിയിട്ട് 6-ന് പരിപാടി കഴിഞ്ഞിട്ട് 8-ന് ഇങ്ങോട്ട് വരാമെന്ന്. പക്ഷെ നമുക്ക് രണ്ടാൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. എന്തായാലും കുറച്ച് സൗണ്ട് ആകുമ്പോൾ തന്നെ ഞെട്ടുന്ന്, കരയുന്ന്, പിന്നെ അറിയാത്ത ആൾക്കാരെല്ലാം കാണുമ്പോൾ കുറച്ച് ഒരു ഡിസ്കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ എന്താവും അങ്ങനെ നല്ല ടെൻഷനോടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് പാക്കായിട്ട് ഒരു 2 മന്തിലേക്കാണ് ട്രിവാൻഡ്രം പോകുന്നത്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ആക്കിയ വീഡിയോ ആണ്, അത് ഇൻസ്റ്റയിലാണ് ഞാൻ ഷോർട്സ് ഇട്ടത്. ഞാൻ യൂട്യൂബിൽ ആ ഷോർട്സ് ഇട്ടെന്ന് വിചാരിക്കുന്നത്. എന്നാലും ചെന്ന എന്തായാലും കുറേ പേര് ഇപ്പോഴും കേൾക്കുന്നത് കുഞ്ഞിക്ക് എത്രയും കുഞ്ഞിൻ്റെ ക്രാഡിൽ സെറമണി ആകുമ്പോൾ 4.5 മന്ത് ആയിട്ടുണ്ടായി. ഇപ്പോൾ കുഞ്ഞിക്ക് അൽഹംദുലില്ലാ 6 മന്ത്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച പോലെ ട്രെയിനിൽ അങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അത്ര ഒരു ഇതൊന്നും ആക്കിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ട്രെയിൻ എടുക്കുമ്പോൾ ഒരു ഹോണില്ല, കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായി. അല്ലാതെ വേറെ ഒരു ഇതില്ല. നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായി ഓന് കരഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അത്രത്തോളം ടെൻഷൻ ആയിട്ടുണ്ടായി. പക്ഷെ മാഷാ അല്ലാഹ് അത്ര ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ട. ജസ്റ്റ് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം ഓന് കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ ഞാൻ അടുത്തിരിക്കുമ്പോൾ ഓൻ ഓക്കെയാണ്. അങ്ങനെ ട്രിവാൻഡ്രം എത്തിയിട്ട് കുറച്ച് ഡേയ്സിൽ തന്നെ ഞങ്ങളെ നിക്കാഹ് ആനിവേഴ്സറി ആയി. അപ്പോൾ ഞമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് അടുക്കങ്ങ് പുറത്തേക്ക് പോവാന്ന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പന് ലീവ് കിട്ടിയിട്ട. അതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റി. എന്തായാലും അപ്പോൾ റെസ്റ്റ് ടൈമിന് വന്നപ്പോൾ ഞമ്മ ജസ്റ്റ് പുറത്തേക്ക് പോയി. അല്ലാത്ത നമ്മൾ ലോങ് പോകണമെന്ന് വിചാരിച്ച പ്ലാനൊന്നും നടന്നിട്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം അടുത്ത് തന്നെ ഉള്ളത് മ്യൂസിയം, അപ്പം മ്യൂസിയമിലേക്ക് പോകാമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത്, അപ്പോൾ ഇതുവരെയായിട്ട് മ്യൂസിയമിലേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരല്ല നമ്മൾ ഒന്നിച്ച് പോകാമെന്നിട്ട്. ഞാൻ ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ടാവും മ്യൂസിയം. അപ്പോൾ വന്നിട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ 3 ആളായിട്ട് ഫസ്റ്റാണ് മ്യൂസിയമിലേക്ക് ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ ആടൊക്കെ പോയി അവിടെ എന്താ ജസ്റ്റ് കാണാനും ഇതല്ലേ. പിന്നെ സൂക്ക് ഒന്നും കയറിയിട്ടില്ല. പിന്നെ ഒരു മജക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടേ എന്നിന് നമ്മൾ സൂക്ക് പോകുന്നതാണ്. ഡെയിലി നിന്റെ ഫേസ് അല്ലേ കാണുന്നതാണ്. പിന്നെ കുറച്ച് ഇങ്ങനെ നടന്ന് എല്ലാം ഇങ്ങനെ നിൽക്കൊണ്ട് നടന്ന് പിന്നെ കാല് കടിയുമ്പോൾ അവിടെ പോയിട്ട് ഇരിക്കുന്നത്. ഇതാണ് പരിപാടി മെയിനായിട്ട്. പിന്നെ നമ്മ അവിടെ ലേസിനെ ഹാപ്പി ആക്കാൻ കുറേ നോക്കിയിനി. ലേസ് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ആസ്വദിച്ചോണ്ടേ. ഇപ്പം എല്ലാം കുറച്ച് അറിയുന്നല്ലേ. ഇപ്പോൾ ഓനെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചോണ്ടേ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിക്കോണ്ടേ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞായിട്ടാകുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഒരു 2 മന്തിലേക്കായിരുന്നു വന്നത്. പക്ഷെ അപ്പന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നേരെ ലീവും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. പിന്നെ അപ്പോൾ ഉറങ്ങാനാകുമ്പോഴാണ് പൊരക്കന്നെ വരുന്നത്. പിന്നെ അത്രയും മോശം അത്രയും ഒന്നിച്ചിരിക്കുന്നല്ലേ ചെല്ലിട്ടൊരു ആശ്വാസത്തിൽ ഇങ്ങനെ പോന്നു. പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ റൂമിൽ തന്നെ നിലയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിന് കിട്ടിനെ ബോൾ ഒന്നിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കെല്ലാം പോന്നു. പിന്നെ കുഞ്ഞിക്കായെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കലുണ്ട് ഞാൻ അപ്പനെ മാരേജ് ആക്കിന അപ്പൻ്റെ ഫാമിലിനെ മാരേജ് ആക്കിനാന്ന്. ബിക്കോസ് ഞാൻ അപ്പനെ കാട്ടിയാറ് അപ്പൻ്റെ ഫാമിലിയുടെ ഒക്കെ തന്നെ കൂടുതൽ ഡേയ്സ് ഒന്നിച്ചുണ്ടായത്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് തിങ്ക് വരാലുണ്ട്. അതിനോട് തന്നെ നമ്മൾ വിചാരിച്ച് എനിക്ക് കുഞ്ഞാമയങ്ങൾക്ക് പോകാനൊക്കെല്ലാം ഒന്നിച്ചുണ്ടാണോ, ഇല്ലെങ്കിൽ ലൈഫ് തന്നെ വേസ്റ്റ് അല്ലേ. നമ്മൾ മാരേജ് ആക്കി തന്നെ ഓരോക്കത്തെ ലൈഫ് കൊണ്ടുപോകാൻ. അൺഫോർച്ചുനേറ്റ്ലി ഓരോരോ സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റാറില്ല. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ ആയിട്ടുണ്ടാവും ഹസ്ബൻഡൊക്കെ ഒന്നിച്ചുണ്ടാവാനും അവരൊക്കെ നല്ല ഡെയിലി ടൈം സ്പെൻഡ് ആക്കണോ, നല്ല ഹാപ്പിയിൽ ജീവിക്കണോ എന്നിട്ട്. പിന്നെ അവർക്ക് വന്നിട്ടാകുമ്പോൾ അങ്കിൻ്റെ ഫാമിലിനെല്ലാം മിസ്സാണ്. അപ്പൻ്റെ ഫാമിലിനെ മെയിനായിട്ട് മിസ്സാണ്. ബിക്കോസ് ഞാൻ ഓരോന്നിച്ചുള്ളത് കൊണ്ട് തന്നെ ഓരൊക്കെ അതല്ല കുറേ ടൈം സ്പെൻഡ് ആക്കുന്നു. പിന്നെ ബേബിനായെങ്കിൽ ഹാൻഡിൽ ആക്കുമ്പോൾ എല്ലാം ഓരോ നല്ലതായിട്ട് എനിക്ക് മിസ്സാണ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാനും കഴിയുന്നില്ല. സാരില്ല പോട്ടെന്ന് ഇങ്ങനെയല്ലേ ലൈഫ് അല്ല, എല്ലാം ബാലൻസ് ആയിട്ട് പോയെങ്കിൽ അതൊരു ലൈഫല്ലല്ലേ. അങ്ങനെയല്ലേ മഹാത്മാക്കൾ പറയുന്നത്. അതിനോട് തന്നെ അൽഹംദുലില്ലാ ഉള്ളിൽ തൃപ്തിപ്പെട്ടിട്ട് ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്. ഇപ്പോൾ ലേസ് വന്നതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈമൊന്നും കിട്ടുന്നില്ല. എന്തും എഡിറ്റ് ആക്കാനും കഴിയുന്നില്ല, എന്ത് അപ്ലോഡ് ആക്കാനും കഴിയുന്നില്ല.
ഓൻ്റെ ബാക്കിൽ തന്നെയാണ്. പക്ഷെ ഞാൻ എൻജോയ് ആക്കുന്നത് എൻ്റെ മദർഹുഡ് ഞാൻ എൻജോയ് ആക്കുന്നത്. ബിക്കോസ് ഞാൻ ഫോണിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓനക്ക് ഞാൻ ടൈം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിനോണ്ടാണ് ഞാൻ കൂടുതൽ ഓൻ്റെ ഒക്കെ ടൈം സ്പെൻഡ് ആക്കാൻ നോക്കുന്നത്. പിന്നെ ഈ ടൈം എന്താ റിട്ടേൺ വരലല്ല, അപ്പോൾ ഞാൻ മാക്സിമം ഓൻ്റെ ഒക്കെ ടൈം സ്പെൻഡ് ആക്കിയിട്ട് ഹാപ്പിലി ജീവിക്കാൻ നോക്കുന്നു ഇൻഷാ അല്ലാ. ഓക്കെ, അങ്ങനെ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ്. ബിക്കോസ് അപ്പന് ബേക്ക് 7 o'clock ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ റിട്ടേൺ റൂമിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അത് തിന്ന് ഒന്നിച്ചിട്ട് ഇത്ര തന്നെ നമ്മൾ ആനിവേഴ്സറി വിചാരിച്ചിട്ട് നമുക്ക് കിടക്കുന്ന നേരം എൻ്റെ ബ്രദേഴ്സ് വന്നിട്ടുണ്ടായി കേക്കായിട്ട്. സർപ്രൈസ് ആയിട്ട് വന്നത്, അല്ല സർപ്രൈസ് ആയിട്ടാണ് കേക്ക് കൊണ്ടുവന്നത്. ബ്രദേഴ്സ് അടുക്ക് വരാറുണ്ട് എൻ്റെ റൂമിലേക്ക്. അപ്പം എൻ്റെ ബ്രദേഴ്സും എല്ലാവരും ഇവിടെ തന്നെ ജോബിലുള്ളത്. അതിനെ കൊണ്ട് തന്നെ ഞാൻ ഒരു കേക്ക് കൊണ്ടുവന്നപ്പോൾ സർപ്രൈസ് ആയിന്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആക്ടിങ് ആക്കുന്നത്, ഞാൻ ചെല്ലാം ബേക്ക് കൊണ്ടുപോകാം ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കൊടുത്തിട്ട് തരുമ്പോൾ അങ്ങനെ തരുമ്പോൾ ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നോക്കി. അങ്ങനെ കേക്കെല്ലാം കട്ടാക്കി ഞങ്ങൾ കുറേ നേരം കൊണ്ടുപോയി. നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടപ്പോൾ ഭയങ്കര വൈബും കാര്യങ്ങളെല്ലാം ഫുള്ള് ചിരിച്ചിട്ട് ഒരു നല്ല വൈബിൽ പോന്നു. അങ്ങനെ എൻ്റെ ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് നാട് അധികമായിട്ട് മിസ്സാകുന്നില്ല. ഞാൻ ഇപ്പം എന്തെങ്കിലും 2 month കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ അപ്പന് ചെറിയ സർപ്രൈസും കാര്യങ്ങളെല്ലാം ആക്കിനി. അതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് അപ്പന് എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതിനോണ്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് എല്ലാം പൊളിഞ്ഞെന്നല്ല വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ എന്നെ പോയിട്ട് പേർച്ചേസ് ആക്കിയിട്ട് അപ്പനെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതപ്പോൾ ഭയങ്കര ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്, കിട്ടുന്നതും എനിക്ക് ഇഷ്ടം. പക്ഷേ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് സ്റ്റുഡിയോക്ക് പോയിട്ട് അപ്പനും വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം പേർച്ചേസ് ആക്കിയിട്ട് അവളെ റൂമിൽ നിന്ന് തന്നെ നമ്മൾ സർപ്രൈസ് കൊടുത്തിനി. ബിക്കോസ് ഞാൻ ആടക്ക് പോയെങ്കിൽ ആടുന്ന് അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ ആടുന്ന് തന്നെ കൊടുത്തത്. അപ്പോൾ നല്ല ഹാപ്പി ആയിന്, നല്ല സർപ്രൈസ് ആയിന്. അത് കണ്ടിട്ട് ഞാൻ കൃതജ്ഞനായിനി. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.